അമ്മ നീ ഇത്ര പെട്ടെന്ന് റെഡിയായ? അല്ല ഇതെന്തോന്ന് കൈ? അമ്മ ഇതാണ് മാലയും ഇത് പൊക്കയും. എടാ നമ്മള് പെണ്ണ് കാണാണ് പോണത്, അല്ലാതെ കല്യാണിക്കാൻ അല്ല. അമ്മ അതല്ല പിന്നെ? അമ്മ 110 വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് ചായ കുടിച്ചാൽ മടുത്തമ്മ. ഇനി എന്നെ കൊണ്ട് വയ്യ. എനിക്കിത് അറിയണടാ. അതോട് ഞാൻ എപ്പേ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച പറഞ്ഞ് ഷാർജ മുട്ട പപ്സ് മതിയെന്ന്. അയ്യോ അതല്ല, ഇനി ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ നരയ്ക്കും. എടാ നിനക്ക് തുണി നനയ്ക്കണെങ്കിലേ അവിടെ ആയിട്ട് നന. ഞാൻ അവിടെ നടക്കണ ചവക്കി വീയും. അമ്മ അവിടെ തല നരയ്ക്കണ കാര്യമാണ് പറഞ്ഞേ. ഇഞ്ചി എന്റെ മൂക്കിൽ ഞാൻ പല്ലൂടെ മുളയ്ക്കും. നീ 2 ബ്രഷ് വാങ്ങണം. എന്തിനമ്മ? എടാ ഒന്ന് മൂക്കിൽ തേക്കാം, വായിലും തേക്കാം. ഞാൻ എത്ര നേരം കൊണ്ട് വെളിയിൽ കാത്തിരിക്കണമെന്ന് അറിയാമോ? ഞാനാണ് ഇങ്ങനെ താലി കെട്ടി ഇങ്ങനെ പെണ്ടാട്ടി. അപ്പൊ ഇതോ? ഇത് എനിക്ക് ഫ്രീ കിട്ടിയതമ്മ, ഫ്രീ. ഇവളെ കല്യാണം കഴിച്ചപ്പോ ഇവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാ? എനിക്ക് ഇവളെ കല്യാണം കഴിച്ചിട്ട് കിട്ടിയൊരു സാധനമാണ് ഈ ഫ്രീ. കഞ്ഞൂര് വെക്കുമ്പം പ്ലാവിലെ ഈർക്കലും കൊത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിങ്ങനെ കടക്കടാ പുറത്ത്. അയ്യോ അമ്മ അങ്ങനെ പറയരുത്. അവൾക്കാണെങ്കിൽ ഒരു കിളിയില്ലാത്ത പെണ്ണാണ്. എടാ നിനക്കും കിളിയില്ല അവക്കും കിളിയില്ല. നിങ്ങൾ രണ്ടും കൂടെ ഈ വീട്ടിലെ കിളി കൂടെ ആക്കുവോ? അമ്മ ഒന്ന് അതെല്ലാം പോട്ട് ഐസിലേട്ടാ വിളക്കെടുത്തൊന്ന് കത്തീരമ്മ. ഞാൻ നിന്നെ ശരിയാക്കൂടി. എന്നാ വിളക്കെടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കത്തീരി. ഇതെന്ത് ഇതിരി കത്താത്തത്? അയ്യോ എല്ലാരും പറയും പെണ്ണൂട്ടില് വെളിച്ചാണെന്ന്. ഇവിടെ വന്നു നമ്മൾ വീട്ടിലാക്കിയേ. വെളിച്ചെണ്ണ കയറും പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ എങ്ങനെ തിരിയെത്തും? എടി നീ ഇങ്ങനെ കത്തിച്ചാൽ എന്നെ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ 6 മാസം തലേ തേച്ചേനെ. അതെല്ലാം പോട്ട് അമ്മ അയ്യോ തല മുടിച്ച് കൊല്ലാൻ നോക്കണേ. അമ്മ തല മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതല്ല. പിന്നെ കല്യാണ പെണ്ണിന്റെ തല പിടിച്ച് അമ്മാവിന്റെ തലയിടിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. പിന്നെ ഒരു ഫാഷൻ. ഞാൻ നിന്നെ പോച്ച് പുറത്തിറക്കും കൂടി. പിന്നെ അമ്മ അവളെ പോച്ച് പുറത്തിറക്ക അവളെന്തൊരു കൊതുവാ അമ്മ. എനിക്ക് കടല് കാണിക്കാൻ പോണം. കടലാടി? എവിടെ പോവാ? കന്യാകുമാരി പോവാം. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനും എന്റെ അമ്മയെ കടലാണ് അവിടെ പോയത്. അവിടെ പോയപ്പോ ഞാനും അമ്മയെടുത്ത സെൽഫിയാണ് ഇതായിരിക്കുന്നത്. അയ്യോ ഇതെന്താ നിങ്ങളെ അമ്മ കന്യാകുമാരി ശംഖു ഊതണ? അയ്യോ അതെന്റെ അമ്മ ശങ്കൂതനല്ല, ചെത്തിയ കരുക്ക് കുടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ. ചേട്ടാ പാല്. അതില് പാടല്ല പിന്നെ പാടടിച്ച് കെട്ടാൻ പറ്റുമോ? ഓ എനിക്ക് ഭയങ്കര ഈ കളവിയെ കൊണ്ട് ഞാൻ തോറ്റ്. ചേട്ടാ ഇതെന്നെ ഈ നരച്ച മുടി ഇങ്ങനെ? ഇതാ അതെ എന്റെ ജൂലി വരച്ചത്. നിങ്ങൾ 108 വിളിച്ച ഇതെവിടെ? നീ എന്തേടി കിടന്ന് കരയണ? ജൂലിയായിട്ട് ബന്ധമുണ്ടെന്ന്. അയ്യോ അത് എന്റെ സ്വന്തം ജൂലിയാണ്ടി. ഒരാള് മതി, ഞാൻ പോണ്. അയ്യോ പോവല്ലേ, അത് എന്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് ജൂലി. പൂച്ചയായിരുന്നാ? അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ ചേട്ടാ അങ്ങനെയൊന്നും പോവൂലെന്ന്. ഇഷ്ടമാണോടി? പിന്നെ ഉള്ളി. എടി സവാള എന്ന് പറയടി. എന്നാ പിന്നെ സവാള. എടി പൊട്ടി നിന്റെ ഉള്ളിൽ നിന്ന് പറയാ. ഇങ്ങനെ കരണ്ട് അകത്താണ് എന്നെ വെച്ചിരിക്കുന്നത്. ഇവളെ കാര്യത്തിന് തീരുമാനമായി. അത് അമ്മ പറഞ്ഞ കാര്യം സത്യമാണ്. എന്തറിയാ, 6 മണി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കരിയോയിലാണ് ഞാൻ അടിക്കണം. കരളും കൂമ്പും ഉണ്ടാന്ന് ദൈവത്തിന് അറിയാം. പിന്നെ 7 ദിവസം കലക്കിയ ദ്രാവകം കലത്തിലാക്കി ആവിയേറ്റി ഊറ്റിയെടുക്കുന്ന സാധനമല്ലേ, അതെനിക്കറിയാം. അപ്പൊ ഇത് പാട്ടുകാരൻ കുട്ടപ്പന്റെ മോള്. ഇത് പാട്ടുകാരൻ കുട്ടപ്പന്റെ മോളല്ല, ഇതാണ് മാറ്റുകാരൻ കുട്ടപ്പന്റെ മോള്. അയ്യോ അമ്മ അങ്ങനെ പറ, അവളെന്റെ പൊന്നാണ്. എന്റെ അച്ഛനും ഇതിനെ പറയണത് ഞാൻ നാക്കെടുത്ത പൊന്നാണെന്ന്. അവള് നാക്കെടുത്ത് കല്ലിക്കൊണ്ട് ഒരേടാ. എന്തിനമ്മ? കുറച്ച് പൊന്ന് കിട്ടണം നോക്കട്ടെ. ഒന്ന് പോവാ അമ്മ. എടി അമ്മ പറയണ നീ കാര്യമായിട്ട് എടുക്കല്ലേ, നിന്റെ സ്വന്തം അമ്മയെ പോലെ നീ കാണാൻ. കളവി നിങ്ങൾ ചെവളെ കുത്തി കളയും. എത്ര നേരം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം ഉണ്ടാക്കി. വന്നതും ഭരണം തുടങ്ങിയാടി. പിന്നെ വന്നോടനെ ഭരണം തുടങ്ങാനേ ഇതൊന്നും സെക്രട്ടേറിയറ്റാ? നീ എന്തേടി കാണിക്കണേ? അപ്പൊ അല്ല നിങ്ങളല്ലേ പറ, നിങ്ങളമ്മ എന്റെ അമ്മയെ പോലെ കാണേ. എന്റെ അമ്മയടുത്ത് എങ്ങനെയൊക്കെയാണ്? എന്റെ അമ്മയാണിയെ അമ്മാവിയായിട്ട് കണ്ടാ മതി. എന്തരമ്മ എവിടെ കിട്ടിയടാ ഈ മാക്കാഞ്ചുപ്പി പെണ്ണിനെ? ചേട്ടാ എന്താണ് ഈ പ്ലേറ്റ് ഒന്ന് പിടി. എവിടെ പോണ്? അവളെ പ്ലേറ്റ് പിടിക്കാൻ. ഇന്ന് നീ പ്ലേറ്റ് വിട്ട, നാളെ നീ പ്ലേറ്റ് ഇറക്കും, ഓർത്തോ? അമ്മ കൈവിടമ്മ. അമ്മ അവള് ചർക്ക കറക്കിയെങ്കിൽ എനിക്ക് അവള് 3 നേരം തിന്നാൻ തരും. എടാ അവള് ചക്ക എടുത്ത് കറക്കുന്ന നേരം കൊണ്ടേ അതൊന്ന് അവിച്ചാരം പറയടാ.
എന്റെ അമ്മ പ്ലാവിൽ ചായക്കണൊക്കെ ചക്കയല്ല, പിന്നെ നമ്മളെ ഗാന്ധിജിയൊപ്പം പണ്ട് കറക്കിയ ചർക്ക അറിയാ. ഓ ആ അതിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളെ കല്യാണം കഴിഞ്ഞേല് ഇനി കറങ്ങാൻ പോണവാ. അയ്യോ അമ്മ അവക്ക് കറങ്ങണോന്ന്. എടാ ഇവിടെ അടുത്ത് അകത്തിരിക്കുന്ന ഗേറ്റ് കൊണ്ടിട്ടാ, എന്നിട്ട് സ്വിച്ച് ഇട്ടാ അവിടെ കടത്ത് കറക്കട്ട്. ഓ പളവി, നിങ്ങൾ വന്നപ്പോഴും പിശിക്കാണെന്നാണ് ആട് മൊത്തം പാട്ടായിരിക്കുന്നത്. സന്ധ്യ സമയമാകുമ്പോ മിന്നാമിങ്ങനെ പിടിച്ചോണ്ടത് ചാണകത്തിൽ ഒട്ടിച്ചു വെച്ച വെളിച്ചം കാണാ കിളവിയില്ലേ നിങ്ങള്. ഇവിടെ അമ്മയെ കുറിച്ച് പറയാതിരിക്കണം നല്ലത്. റേഷൻ കടയുടെ ഫ്രണ്ടുകൾ അരി തൂത്താരുണ്ട്, കഞ്ഞിച്ച് കുടിക്കണം ആളാണ് അമ്മ. അല്ല ഇതെങ്ങനെ അമ്മയ്ക്ക് അറിയാം? എടാ ഞാൻ കൈ നിട്ടതാ. അമ്മ നിങ്ങൾ രണ്ടിനും കൂടി ഞാൻ കൈയിട്ട് കളിച്ചല്ലേ, എനിക്ക് സമ്മാനം എവിടെയും പോയി ഞാൻ ചാവും. നീ ചാവുന്ന കാര്യം മാത്രം പറയില്ലേ. ട്രെയിനിൽ തലവെക്കാൻ പോയ സമയത്ത് 2 പൊതി ചോറും കൊണ്ട് പോയ ആളാടാ നീ. അമ്മ എന്തിനാ എന്റെ ബാക്കിൽ നിന്ന് വന്നത്? ട്രെയിൻ കയറി ചാവാൻ പോയപ്പോ ചോറ് തൊണ്ടേ കുടുങ്ങി മരിക്കണ്ട എന്നും പറഞ്ഞു തുള്ളി വെള്ളം കൊണ്ടുവന്നതാ ഞാൻ. അയ്യോ എന്റെ ചക്കര അമ്മ. ആ എന്നെ ചക്കനെന്ന് വിളിക്കണോ? എടി നിന്നെ ചക്കര എന്ന് വിളിക്കത്തെന്നറിയാ? എടി ചക്കര എടുത്ത് തറ വെച്ചാൽ അതിന് ഉറുമ്പരിക്കോടി, നിന്നെ ഞാൻ സ്വർണം എന്ന് വിളിക്കോടി. എന്നാ പിന്നെ വെളിയിലൂടെ വിളിയടാ. ഓ കരിയണെന്തോ. എടാ അവള് കാണെങ്കിൽ എനിക്കെന്താടാ? അവള് കരിയണല്ല, അടുപ്പിലെന്തോ കരിയണം. അയ്യോ എന്റെ ചൂര മീൻ കരിഞ്ഞു. അപ്പൊ നമ്മ കരിമീന് കൂട്ടി ചോറ് കഴിക്കാം. ആ എന്നാ പിന്നെ നമുക്ക് റീൽസ് എടുക്കാം. ആ, എന്നാ പിന്നെ റീൽസ് എടുക്കാം. എന്താടാ മൂന്നാലും കൂടെ കാണിക്കണത്? അയ്യോ അമ്മ അമ്മ ഇത് ഇപ്പോഴത്തെ പാഷൻ. ഈ എന്തെല്ലാം വേദന കാണാതിരിക്കണത്